മിഷൻ ബേലൂർ മഗ്നയ്ക്ക് മുന്നിൽ വെല്ലുവിളിയായി ആനയ്ക്കൊപ്പമുള്ള മോഴ. ആനയെ പിടികൂടാനിറങ്ങിയ വനം വകുപ്പ് ദൗത്യ സംഘത്തിന് നേരെ മോഴയാന പാഞ്ഞെടുത്തു. ആകാശത്തേക്ക് വെടിയുതിർത്താണ് RRT ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത്. ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ശ്രമം അതേസമയം 4ാം ദിവസവും വിഫലമാണ്. ബുധനാഴ്ച അർദ്ധരാത്രിയോടെ നാഗർഹോള വനമേഖലയിലേക്ക് നീങ്ങിയ ആന രാവിലെ കർണാടക കേരള അതിർത്തിയിൽ തിരികെ എത്തിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കമലുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ. കമൽ, ഇന്നും ദൗത്യസംഘത്തിന് വെറും കൈയോടെ തിരിച്ചു വരേണ്ടി വരുമെന്നാണോ? എന്തൊക്കെയാണ് ഇപ്പോഴുള്ള വെല്ലുവിളികൾ? പ്രതീഷ്, ഇന്നത്തെ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് ദൗത്യസംഘം ഔദ്യോഗികമായി നൽകിയ വിശദീകരണം ഇതാണ്. ഇന്നലെ രാത്രി ആന നാഗർഹോള വനമേഖലയിൽ പോയിരുന്നു. പക്ഷേ രാവിലെ തന്നെ ആനയുടെ സിഗ്നൽ വയനാട് വനമേഖലയിൽ നിന്ന് ലഭിച്ചതിനെ തുടർന്ന് 6 മണിയോടെ തന്നെ ദൗത്യസംഘം വനത്തിലേക്ക് പോയി. 2 തവണയാണ് ഇന്ന് ഈ ബേലൂർ മഗ്നയെ ദൗത്യസംഘം നേരിൽ കണ്ടത്. ഒരു തവണ ദൗത്യസംഘം അടുത്തെത്തുമ്പോഴേക്ക് ഇന്നലെയൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ഈ ആന ഈ കുറ്റിക്കാട്ടിലേക്ക് ഓടിക്കയറുന്ന സ്ഥിതിയുണ്ടായി. ഇവരുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന സ്ഥിതിയായിരുന്നു. അതുകൊണ്ട് മയക്കുവെടി വെക്കാൻ പറ്റിയില്ല. 2ാമത്തെ തവണയും ആനയെ കണ്ടു. ആ സമയത്താണ് ഈ ഒപ്പമുണ്ടായിരുന്ന മോഴയാന ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്തത്. 2 തവണ ചാർജ് ചെയ്തു. ആകാശത്തേക്ക് വെടിവെച്ചാണ് ദൗത്യസംഘം അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്താണെങ്കിലും ഇന്നും ശ്രമം വിജയിച്ചില്ല. നാളെ രാവിലെ വീണ്ടും തുടരുമെന്നാണ് ദൗത്യസംഘം അറിയിക്കുന്നത്. എന്തായാലും വളരെ ദുഷ്കരമായി തന്നെ ഈ ദൗത്യം മുന്നോട്ട് പോവുകയാണ്. പലതരം വെല്ലുവിളികളാണ് ഇന്നലെ വരെ. ഈ സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ അടിക്കാടുകളൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോഴൊപ്പമുള്ള മോഴയാനയും ഈ ബേലൂർ മഗ്നയ്ക്ക് കവചം തീർക്കുന്നു. അതിനെ കൂടി മറികടക്കേണ്ട അവസ്ഥയിലാണ് ദൗത്യസംഘം. ശരി, കമലാണ് വയനാട്ടിൽ നിന്നും വിവരം നൽകിയത്. 5ാം ദിവസവും ദൗത്യം നിർത്തിവെച്ച് തിരികെ പോരുകയാണ് ദൗത്യ സംഘം.